ഇപ്പം ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റിൽ വെച്ച് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിലാണ്. ജർമ്മനിയുടെ ബോർഡർ കഴിഞ്ഞ് ഏകദേശം 1.5 മണിക്കൂർ സഞ്ചരിച്ചു എന്നിട്ടാണ് എത്തിയത്. ബ്ലാക്ക് ഫോറസ്റ്റിനകത്ത് എന്തോ ഉള്ളതെന്നുള്ള വഴിയെ കാണിച്ചു തരാം. താങ്ക് യു. ഇപ്പം തുടക്കത്തിൽ തന്നെ മനോഹരമായൊരു കഫേ, അതിനകത്തോട്ടുള്ള തടിയിലൊരു പാലമൊക്കെ കൊടുത്തിട്ട് ആ കഫേ കാണാൻ തന്നെ നല്ല രസമുണ്ട്. അങ്ങോട്ടുള്ള വഴി മനോഹരമായ ഒരു ചർച്ച് കാണാം. പൈൻമരങ്ങൾ അതിൻ്റെയും ചുറ്റുമായിട്ട് നിൽപ്പുണ്ട്. അങ്ങ് ദൂരെ മനോഹരമായൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇപ്പോൾ ഒരു ട്രെയിൻ പോയതേ ഉള്ളൂ. ഇപ്പോൾ അവിടെ മനോഹരമായൊരു ഷോപ്പിംഗ് സെൻറ്ററൊക്കെ ഉണ്ട്. നമുക്ക് ധാരാളം സാധനങ്ങൾ ഷോപ്പ് ചെയ്യാം. ഇച്ചിരി വില കൂടുതലൊക്കെയാണെന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല. നമ്മളൊരു പുതിയ സ്ഥലത്ത് വരുമ്പം നല്ല നീളമുള്ള ബസ്സുകളാണ് ഇവിടെ ഉള്ളത്. ജർമ്മനിയിൽ പൊതുവെ നീളമുള്ള ബസ്സുകളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതിന് തൊട്ടപ്പുറത്തായിട്ട് ഇന്ത്യൻ പാലസ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് കാണാം. ഇപ്പം സ്ട്രെയിറ്റ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം കാഴ്ചകളുണ്ട്. നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് പോവുകയാണ്. കൂടുതലും ഷോപ്പുകളുടെ കാഴ്ചകളാണ്. ബ്ലാക്ക് ഫോറസ്റ്റിൽ തന്നെ കുക്കു ക്ലോക്ക് ഉണ്ട്. അതിൻ്റെ വീഡിയോ സെപ്പറേറ്റായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല, ബ്ലാക്ക് ഫോറസ്റ്റിലെ ഒരു പ്രത്യേക, ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു റീജിയനായിട്ടാണ് കൂട്ടുന്നത്. നമുക്ക് മുമ്പോട്ട് നടന്നു നോക്കാം കുറച്ചുകൂടെ. ഇവിടെ ഒരു ലേക്കുണ്ട്, കാണാൻ നല്ല രസമുള്ള ലേക്കാണെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത്. അത് കാരണം നമ്മളത് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സുവനീറുകളും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. നമ്മളതിനകത്തോട്ട് കയറുന്നുണ്ട്. അപ്പം ഇതാണ് കുക്കു ക്ലോക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ വലിയൊരു രൂപമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ കടയുടെ ഓണർ നമ്മൾ കുക്കു ക്ലോക്കിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് മേടിക്കണമെന്ന് ഒരാഗ്രഹം തോന്നുന്ന ക്ലോക്കാണ്. അത് ആദ്യമായിട്ട് ഈ ഇപ്പം കാണിക്കുന്ന ടൈപ്പ് ക്ലോക്കുകളാണ് ആദ്യം ഉണ്ടായത്. പിന്നീടാണ് ആ ഒറിജിനൽ മോഡലിലോട്ട് വന്നത്. അതെല്ലാം പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വിലയൊക്കെ ഇച്ചിരി കൂടുതലാണ്. മാഗ്നറ്റുകളും ഒക്കെ ആയിട്ട് ധാരാളം ഈ ഷോപ്പിലുണ്ട്. നമ്മൾ മേടിക്കുന്നുണ്ട്. ഏത് മേടിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ക്ലോക്ക് മാത്രമല്ല, അതിൻ്റെ വിവിധ തരത്തിലുള്ള ഗ്ലാസ്സുകളും ഒക്കെ ഈ ഷോപ്പിൽ ഉണ്ട്. ഏകദേശം എല്ലാം ഒരുപോലുള്ളതാണ്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം മേടിക്കാം. ഇവിടുത്തെ സീനറിയുടെ ഉണ്ട്, അതുപോലെ കീ ചെയിനുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് അതിൻ്റെ ഒരു മാഗ്നറ്റ് മേടിച്ചിട്ടുണ്ട്. അതിന് 795 ആണ്, ഇവിടുത്തെ യൂറോ ആണ് പേ ചെയ്തു. അതിൻ്റെ കൂടെ ഒരു കോളായും മേടിച്ചു. ഇവിടെ കാണാൻ ജർമ്മനിയുടെയൊക്കെ ബോർഡുകൾ വെച്ച് ധാരാളം സുവനീറുകൾ ഇവിടെ കൊടുക്കാനുണ്ട്. ഓക്കെ, അതായാലും നൈസ് പ്ലേസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് യൂറോ ഒക്കെ ചേഞ്ച് ചെയ്യാൻ ഇവിടെ ഒരു ക്യാഷ് മെഷീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ATM മെഷീനിൽ വന്നിരിക്കുകയാണ് ക്യാഷ് എടുക്കുന്നതിന് വേണ്ടി. എൻ്റെ നമ്പരൊക്കെ അടിച്ചു. ഓക്കെ, പ്രൊസീഡിങ്, പിൻ എൻ്റർ ചെയ്യും. പിൻ എൻ്റർ അഗെയിൻ ആൻഡ് കൺഫേം. അപ്പോൾ ഇവിടുന്ന് മുമ്പോട്ട് പോവാണ്. ധാരാളം സുവനീർ ഷോപ്പുകൾ. ഇവിടുത്തെ മദ്യത്തിന് തന്നെ നല്ല പേരുള്ളതാണ്. മദ്യം ഞാൻ കഴിക്കാത്തതുകൊണ്ട് അതേക്കുറിച്ച് നോക്കുന്നില്ല. അതുപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക്, അതിന്നിവിടെ ഞങ്ങൾക്ക് ഡിന്നറിന് ഡെസേർട്ടായിട്ട് അത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് മുമ്പോട്ട് പോകാം. നല്ലൊരു ലേക്കാണെന്നാണ് പറഞ്ഞത്. ആ ലേക്ക് കണ്ടിട്ട് നമുക്ക് കുക്കു ക്ലോക്ക് കാണാൻ പോകാം. ഇവിടെയും ധാരാളം സുവനീർ ഷോപ്പുകളും ഉണ്ട്. അതുപോലെ തന്നെ കഫേ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആ ലേക്കിൻ്റെ ചില ഷോട്ടുകൾ എടുക്കാൻ പോവാണ്.
വളരെ മനോഹരമായ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ആ കാണുന്നതൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പം കുറച്ച് താഴോട്ട് പോയി നോക്കാം എന്താ. അപ്പോൾ ഇവിടെ നല്ല താറാവുകളൊക്കെ ഉണ്ട്. ഉച്ചയും കുത്തിയാണ് കുളിക്കുന്നത് അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഇപ്പം ബോട്ട് ട്രിപ്പൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ നമ്മളതൊന്നും ചെയ്യുന്നില്ല, കാരണം ഇന്ന് തന്നെ വേറൊരു ബോട്ട് ട്രിപ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ ബോട്ട് ട്രിപ്പ് ചെയ്യുന്നില്ല. അങ്ങ് ദൂരെ കാണുന്ന അത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഒരു ബോട്ട് ട്രിപ്പ് പോയിട്ട് ആ ബോട്ട് വരുന്നുണ്ട്, അതിൻ്റെ കാഴ്ചകൾ. അപ്പം ജർമ്മനിയിലെ ഈ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. കുറച്ചുകൂടെ ഇനിയും ബ്ലാക്ക് ഫോറസ്റ്റിന് തന്നെ മറ്റേ കുക്കു ക്ലോക്കിൻ്റെ ഒക്കെ വീഡിയോ വേറൊരു അവസരത്തിൽ വേറെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ഇടുന്നതാണ്. മറ്റു കാഴ്ചകളും വരുന്നുണ്ട്. ജർമ്മനിയിലെ നല്ല കാഴ്ചകൾ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.